ഹലോ, എന്തൊക്കെയുണ്ട്? ഞാൻ എങ്ങോട്ടേ ചിരിച്ചു തുള്ളി പോണേന്നില്ലേ. ഒരു ദിവസമല്ല, ഒരു ഹാഫ് ഡേ മുംബൈ കറങ്ങാൻ പോകും. എങ്ങോട്ടാ പോണേ, എന്താ കാണണ്ടേ, ഒരു പ്ലാനും എനിക്കില്ല. എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. താനെ സ്റ്റേഷനിൽ നിന്ന് CSMT ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഇറങ്ങേണ്ടത്. താനെയിൽ നിന്നൊക്കെ ഒരുപാട് ലോക്കൽ ട്രെയിൻ കിട്ടും നമുക്ക്. ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 30 രൂപയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി റിട്ടേണും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെറും 30 രൂപയേ ഉള്ളൂ. എന്തായാലും നിങ്ങളും എൻ്റെ കൂടെ വാ, ഒരു ഹാഫ് ഡേ മുംബൈ ട്രിപ്പിന്. ഒരു 3/4 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ എത്തിയിരിക്കുന്നു CSMT റെയിൽവേ സ്റ്റേഷൻ, മഹാരാഷ്ട്രാസ് ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇറങ്ങിയത് ഒരു ഉച്ച നേരമായതുകൊണ്ട് ട്രെയിൻ വലിയ തിരക്കില്ലാണ്ട് എത്തിപ്പെട്ടു. ഇനി തിരിച്ചു കയറുമ്പോൾ എങ്ങനെയാണോ എന്തോ. ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കാം, സ്റ്റേഷൻ്റെ പുറത്ത്. ഞാനീ നടന്നുകൊണ്ടിരുന്നപ്പോൾ പുറകെ ഒരാൾ വിളിച്ച്, ആരാ TTR ടിക്കറ്റും ചോദിച്ചുകൊണ്ട്. പിന്നെ ടിക്കറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം കിട്ടിയേനെ ഫൈൻ എനിക്ക്. ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ ട്രെയിനിൻ്റെ അകത്തല്ല, സ്റ്റേഷനിലാണ് ഞാൻ മിക്കപ്പോഴും TTRനെ കഴിച്ചുള്ളത്. എന്തൊരു ക്രൗഡാണോ ഇത്. കണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളാണിത്. എൻ്റെ ദൈവമേ, എന്ത് ഭംഗിയാണ് കാണാൻ. അതാ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്ന ഓഫീസാണിത്. ഇത്രയും ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട് വായും തുറന്ന് നിന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട് കണ്ട് ശീലമായപ്പോൾ പക്ഷേ വലിയ കൗതുകം ഇല്ല, എന്നാലും അടിപൊളിയാണ്. അയ്യോ, സമയം 3 മണി കഴിഞ്ഞ്. ഈ നേരമായിട്ടൊന്നും കഴിച്ചിട്ട് പോലുമില്ല. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി യാത്രയൊക്കെ. ബാക്കിയെന്നല്ല, തുടങ്ങിയിട്ടില്ല യാത്ര. ഫുഡ് കഴിച്ചിട്ടെന്നാൽ തുടങ്ങാം. ഇവിടുന്ന് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ, ഒരുപാട് മലയാളി കടകളുണ്ട്, നല്ല കേരള ഫുഡ് കിട്ടുന്നത്. അപ്പം അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പം. ബോംബെ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇവിടെ വരുമ്പോൾ മിക്കപ്പോഴും പോകുന്നൊരു കടയാണിത്. അതുപോലെ കയറി ചെന്നു, ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചപ്പോൾ നല്ലൊരു എനർജി കിട്ടി. ഇനി അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഞാനൊരു ഷെയർ ടാക്സി പിടിച്ച് പോവുകയാണ്. 4 പേര് ഇരിക്കാൻ പറ്റണ ഒരു വണ്ടിക്കകത്ത് ഒരു 6-7 പേരെ കുത്തി കയറ്റിക്കൊണ്ടാണ് ഈ പോണത്. ഇതേപോലെ ആൾ നിറഞ്ഞാലേ അവർ വണ്ടി എടുക്കൂ. അങ്ങനെ CSMT സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ ഈ ടാക്സി പിടിച്ചു. അങ്ങനെ നമ്മൾ പോകുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. ഒരു കാഴ്ച കാണിച്ചു തരട്ടെ. ഇതെന്തുവാ, ഫുള്ള് പ്രാവുകളാണ്. അത് ഫുള്ള് എത്തി മുന്നോട്ട് നോക്കൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലക്ഷറി ഹോട്ടലായ താജ് ഹോട്ടൽ. അയാൾ എന്നെ ഈ സൈഡ് ഇറക്കി വിട്ട്. കുറച്ചുകൂടി മുന്നോട്ട് ചില ആൾക്കാരൊക്കെ ഇറക്കി വിടാറുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് നടക്കണ്ടേ. നമ്മളപ്പോൾ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്നപ്പോൾ നമുക്ക് കാണാം. വാ.
കടലാണ്. ഇതിൽ പിന്നെ ബോട്ട് മാർഗം വഴി നമുക്ക് അലിബാഗ്, എലിഫൻ്റ കേവ് അവിടെയൊക്കെ പോകാൻ പറ്റും. എലിഫൻ്റ കേവ് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു അരമണിക്കൂർ നമുക്ക് ആ ബോട്ടിലിരുന്ന് പോകാനുണ്ട്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഒരു 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു വലിയൊരു ലൈബ്രറി, അങ്ങോട്ടാണ് പോകുന്നത്. നടന്നാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റോളം ഉണ്ട് നടക്കാൻ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പോകുന്ന വഴിയെ കണ്ടതാണ് ഈ ഒരു ബിൽഡിങ്, നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്. ഇതകത്ത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട് നിന്നേ കാണാൻ കൊള്ളാം. ആ ഒരു ഏരിയ ഫുൾ ആ ബിൽഡിംഗ് ആണങ്ങ് നീളത്തിലുണ്ട്. ഇത് എൻ്റെ ലക്ഷ്യം ലൈബ്രറി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാനൊന്നും നോക്കിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. ട്യൂസ്ഡേ ടു സൺഡേ 10 AM to 6 PM. അപ്പോൾ വരേണ്ടവർക്കൊക്കെ വരാം. ഇതാണ് മുംബൈയിലെ പ്രശസ്തമായ മ്യൂസിയം, ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയ. ഈ മ്യൂസിയത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, പ്രിൻസസ് ഓഫ് വെയിൽസ് ഓഫ് മ്യൂസിയം. എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം. അതിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ കാണാം. ലൈബ്രറിയിലേക്ക് പോകാനുള്ള യാത്ര ഞാൻ പിന്നെയും തുടങ്ങി. ഇതൊന്നും കാണാതെ ലൈബ്രറിയിലേക്ക് ഓടിപ്പിടിച്ച് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വായനാശീലമുള്ള കൂട്ടത്തിലാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. വായിക്കും കുറച്ചൊക്കെ. അങ്ങനെ 2 മിനിറ്റ് കൂടി എനിക്ക് അങ്ങോട്ടുള്ളൂ. 10-15 മിനിറ്റോളം നടന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മുടെ ലൈബ്രറി. മുംബൈൻ്റെ ഒട്ടുമിക്ക റീൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത മെയിനായിട്ട് നിൽക്കുന്നത് ഈ ഒരു ലൈബ്രറി അല്ലേ, കണ്ടിട്ടുണ്ടോ? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യട്ടെ. ഏകദേശം ഒരു 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു ലൈബ്രറിയാണിത്. അയ്യോ പണിപ്പാളി ഗുയിസ്, അകത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. എന്നായാലും ഞാനൊന്ന് പോയി കണ്ടു നോക്കിയിട്ടൊക്കെ വരാം. കുഴപ്പമൊന്നുമില്ല, പിടിച്ചെടുക്കാനുണ്ട്. ഇവിടെ കുറേ പേര് താഴെക്കടയിൽ ഇരിക്കുന്നുണ്ട്. അകത്ത് ചെന്നപ്പോഴേ ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജിലുള്ള ബുക്സ് ഇരിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം. വേറൊരു നാട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മലയാളമൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. നമ്മൾ ലൈബ്രറിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങി. അതിനകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അതും കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയോണ്ട് അധികം സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് ഇന്നത്തെ കറക്കം നിർത്തുന്നു. ഇനിയിപ്പോൾ അടുത്തെന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. രാവിലെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എവിടെയെങ്കിലുമൊക്കെ പോവായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ കയറാൻ സമയമായി, അതുകൊണ്ട് പോകുന്നു. വേറെ എന്തെങ്കിലും ഇതേപോലെ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ.